ഹലോ മക്കളെ, ഇന്ന് നമ്മളൊരു ടാൻജന്റ് അഥവാ തൊട്ടുവരയിലൊരു ഷോർട്ട് ക്വസ്റ്റ്യനുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമുക്കറിയാം, വൃത്തങ്ങൾ, തൊടുവര, ടാൻജന്റ്, സർക്കിൾ, ഈ പാഠഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് കോണുകൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി വരുന്നത്. ഒരു 10 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ചോദ്യം പറയുന്നത്. ഇൻ ദ ഫിഗർ PQ is the tangent passing through the point B on the circle. QBC എവിടെ നിന്നത്? QBC 40 degree, ACD 70 degree, AC equal to AD. What are the measures of the following angles? ചിത്രത്തിൽ B എന്ന ബിന്ദുവിലൂടെയുള്ള തൊടുവരയാണ് PQ. QBC 40, ACD 70, AC equal to AD. അതാണ് ഹൈലൈറ്റ് പോയിന്റ്. താഴെ കൊടുത്ത കോണളവുകൾ എഴുതുക. ആദ്യം കോൺ ഡി എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ കോൺ ഡി എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ. ഇത് 70ആണ്. അപ്പം AC-യും AD-യും ഈക്വലാണ്. അപ്പം AD-ക്ക് ഓപ്പോസിറ്റ് 70 ആണെങ്കിൽ AC-ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 70 ആണ്. അപ്പം 70 ബാക്കി വർത്തമായിരിക്കും 40. ഈസിയായിട്ട് നമുക്ക് കിട്ടി. കാരണം ഇതാണ് നമ്മുടെ പരിപാടി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ത്രികോണത്തിന് ടോട്ടൽ സം 180 ആണ്. 70, 40. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ 40 ഡിഗ്രി. ഡി എത്ര വന്നു? 40 ഡിഗ്രി. ദെൻ ABC ഏതാണ്? ABC ഈ ആംഗിൾ തരും. 70 ആണെങ്കിൽ തരും 110 ഡിഗ്രി. എന്താ കാരണം? സൈക്ലിക് ക്വാഡ്രാറ്റർ, ചക്രീയ ചതുർഭുജം. നമുക്കറിയാം, എതിർ കോണുകളെടുത്തൊക്കെ അനുപൂരകം. ഓപ്പോസിറ്റ് ആംഗിൾസ് നമ്മൾ 180 ഡിഗ്രിയാണ്. ലാസ്റ്റത് ഇത് അല്ലേ? നമുക്കറിയാം, ഇത് 40 വന്നാൽ ഇവിടെ നിന്നായിരിക്കും 40 അല്ലേ? നോക്കിയാൽ ഇങ്ങനെ വരുന്ന സാധനം, ഇങ്ങനെ വരുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 40 വന്നാൽ ഇവിടെ 40. അവിടെ എത്രയായിരിക്കും വരിക? 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് BCD എന്ന് പറയാം. രണ്ടും കൂടി കൂടിയാൽ 100 ഡിഗ്രി വന്നു. 100 ഡിഗ്രി. BCD 100 ഡിഗ്രി. എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഈ കോണും ഈക്വൽ ആയിരിക്കും. ടാൻജൻറ്റിന് ഓപ്പോസിറ്റുള്ള ആംഗിളും അതുപോലെ സർക്കിളിൻ്റെ അറ്റത്തുള്ള ആംഗിളും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം വരച്ചാൽ ഇവിടെ ഒരു 30 ആണെങ്കിൽ ഇവിടെ അതിൻ്റെ എന്തായിരിക്കും? പകുതിയാണ് വരിക, 15. ഇവിടെ 30ൻ്റെ പകുതി 15 ഡിഗ്രി. ഇതിന് ഈക്വലും ഇതിൻ്റെ പകുതിയും ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആംഗിൾ കാണാൻ നമുക്ക് എന്തായാലും ചോദിക്കും. അപ്പോൾ ഈ മോഡൽ സാധനങ്ങൾ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഒരു മോഡൽ സാധനം വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഈസി, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മറ്റൊരു ഷോർട്ട് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇത് 100% നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്.